1/2+2/3+3/4+5/6 ഈക്വൽസ് ഡാഷ്. അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഛേദങ്ങൾ തുല്യാക്കുകയാണ് ആദ്യം വേണ്ടത്. അതിന് നമ്മൾ എന്താ ചെയ്യുക? ഇതിൻ്റെ ലസാഗു കാണുക ഛേദങ്ങളുടെ. 2, 3, 4, 6 ഇതാണ് ഛേദങ്ങൾ. അതിൻ്റെ ലസാഗു കാണുമ്പോൾ 2 കൊണ്ട് 2 പൊതുഘടകമായിട്ട് ഏറെക്കുറെ പോകുന്നതുണ്ട്. 1 2 2, 3 2 ഇല്ല, 2 2 4, 3 2 6. ഇനി ഇതിൽ 3 ആണെങ്കിൽ രണ്ടെണ്ണത്തിൽ പോകും. 1 അതുപോലെ ഇറക്കിയിട്ടു, 3 3 ഒരു തവണ, 2 ഇല്ല അതങ്ങനെ ഇറക്കിയിട്ടു, 3 3 ഒരു തവണ. ഇനി ഇതിൽ പൊതുഘടകങ്ങളൊന്നുമില്ല, അപ്പം നമുക്ക് ഇത് ഗുണിച്ച് നോക്കാം. 2 3 6, 6 1 6 1, 6 2 12 1. അപ്പോൾ ഇതിൻ്റെ LCM അല്ലെങ്കിൽ ലസാഗു നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 12 ആണ്. അപ്പോൾ ഈ 12 കിട്ടിയാൽ ഈ 12 കൊണ്ട് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്ത് എഴുതാം. 1/2 പ്ലസ് 2/3 പ്ലസ് 3/4 പ്ലസ് 5/6 എന്നാണ്. ഇതിൽ 1/2 ഈ 2 എന്നുള്ളത് ഇതിനെയാണ് നമ്മൾ ഛേദത്തിൻ്റെ ലസാഗു കണ്ടിട്ട് 12 ആക്കിയത്. ഈ 2നെ 12 ആവാൻ 6 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ അതേ സംഖ്യ കൊണ്ട് തന്നെ ഇവിടെ അംശത്തെയും ഗുണിക്കുക. ഇവിടെ 3നെ 4 കൊണ്ട് ഗുണിച്ചാലാണ് 12 ആവുക. അപ്പോൾ 2ന് 4 കൊണ്ട് ഗുണിക്കുക. 4നെ 3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 3ന് 3 കൊണ്ട് ഗുണിക്കുക. 6നെ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 5ന് 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എങ്ങനെ കിട്ടും? ഈക്വൽസ് 1 6 പ്ലസ് 24 8 പ്ലസ് 3 9 പ്ലസ് 5 2 10 ബൈ ഛേദം എല്ലാറ്റിൻ്റെയും ഏതാണ്? ലസാഗുവായ 12 ആണ്. ഇനി നമുക്കിതിനെല്ലാം കൂടി കൂട്ടിയിട്ട് നോക്കാം. 6 8 14, 14 9 23, 23 10 33 ബൈ 12 എന്ന് കിട്ടി. ഇനി 33/12 നമുക്ക് ഒരു വിഷമ ഭിന്നാക്കിയിട്ട് എഴുതി വെക്കാം. 33 12, 2 12 24, 24 9 ആണ് 33 ബൈ 12. 2 12 24 9 33 ബൈ 12. ഇനി 9ലും 12ലും പൊതുഘടകങ്ങളുണ്ട്. 3 3 9, 4 3 12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2 3/4 എന്നുള്ള മിശ്രഭിന്നം കിട്ടും. ഇനി അതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? 2 4 8, 8 3 11, 11/4. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ, 11/4.